ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും എന്തൊരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ മുത്തശ്ശനും മുത്തശ്ശിയും പിന്നെ ദേവയാനയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ദേവയാനെ, എന്തായാലും നീ പോയി അനാമിക മോളെ വിളിച്ചോണ്ട് വന്നല്ലേ പറ്റൂ. അച്ഛ, അത് പിന്നെ എനിക്ക് അവളോട് തീരെ താല്പര്യമൊന്നുമില്ല. പിന്നെ വിളിച്ചോണ്ട് വന്നിട്ട് എന്താ കാര്യം? എന്തൊക്കെ പറഞ്ഞാലും ഈ വീട്ടിൽ ആദർശു മറ്റൊരു പെണ്ണിൻ്റെ പുറകെ പോയിട്ടില്ല. അങ്ങനെയുള്ളപ്പോൾ അബിയാണ് ഇങ്ങനെയുള്ള തോന്നിയവാസങ്ങളൊക്കെ ചെയ്യുന്നത്. എന്നാൽ അനിയും ഇപ്പം നന്ദുവിൻ്റെ പുറകെ നടന്നു തുടങ്ങി. അത് അനാമികയുടെ കയ്യിലിരിപ്പുണ്ട് അച്ഛ, അല്ലാതെ വേറൊന്നുമല്ല എന്നും ദേവയാനി പറയുക. അത് കേട്ടതും ദേവയാനി, എന്തൊക്കെയായാലും ഈ വീട്ടിൽ വന്ന മരുമകളെ തിരിച്ചു പറഞ്ഞയക്കുന്നത് സങ്കടമുള്ള കാര്യമാണ്. അതുകൊണ്ട് നീ വേണം അത് അനിയോട് കാര്യങ്ങൾ പറഞ്ഞ് അവനെ സമ്മതിപ്പിക്കാൻ. ഇനിയിപ്പോൾ ഞാൻ അവളുടെ കാര്യത്തിൽ ഇടപെടാനൊന്നും നിൽക്കുന്നില്ല അച്ഛാ. എന്തായാലും ജാനകി പോയിട്ടുണ്ടല്ലോ, ജാനകി പോയി സംസാരിക്കട്ടെ, ഞാനായിട്ട് ഒന്നിനുമില്ല എന്നും പറഞ്ഞ് ദേവയാനി മുകളിലേക്ക് പോവുക. ഈ സമയം മുത്തശ്ശിയോട് ദേവയാനി പറഞ്ഞതിൻ്റെ കാര്യങ്ങൾ തനിക്ക് മനസ്സിലായോ വസുന്ധരെ? മനസ്സിലാവുന്നുണ്ട്. ദേവയാനിക്കും അനാമിക മോളെ വെറുപ്പായി തുടങ്ങി. അതുകൊണ്ടാണ് അവളിങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. എന്തായാലും നയനമോളെ വെറുക്കുമ്പോഴും അനാമികയെ തലങ്ങും വിലങ്ങും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ആളാണ് നമ്മുടെ ദേവയാനി. അങ്ങനെയുള്ളപ്പോൾ ഇപ്പോൾ അവളെ വെറുക്കാൻ കാരണമുണ്ടെങ്കിൽ അതിന് വേറെ വല്ല കാര്യവും ഉണ്ടാവുന്നേ. അത് കേട്ടത് മുത്തശ്ശൻ, ഇന്നത്തെ കാലത്തെ പെൺകുട്ടികളെ എന്ത് വേണമെങ്കിലും ചെയ്യും, അതുപോലെ ആൺകുട്ടികളും. പക്ഷെ നമ്മൾ കാരണന്മാരതൊക്കെ തടഞ്ഞ് അവരെ നേരായ വഴിക്ക് നടത്തണം. അനാമികയെ മറന്ന് മറ്റൊരു പെൺകുട്ടിയുടെ പിന്നാലെ പോകുന്നുണ്ട്. ആ സമയത്ത് അനാമികയെ സ്നേഹിച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തുമില്ല. അത് കേട്ടതും അത് ശരിയാ. പക്ഷേ അനാമികയെക്കുറിച്ചും ചില പേരുദോഷമൊക്കെ കേൾക്കുന്നുണ്ട്. അനാമികയും കണ്ട പയ്യന്മാരോടൊപ്പം ചുറ്റിക്കറങ്ങി നടക്കുന്നുണ്ടത്. അതിന് അനാമികയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലടോ വസുന്ധരെ. ഇന്നത്തെ കാലത്തെ പെൺകുട്ടികൾ ഭർത്താക്കന്മാരോടൊപ്പം പറ്റിച്ചേർന്നിരുന്ന് ബൈക്കിൽ പോകാൻ ഒരുപാട് ആഗ്രഹിക്കുന്നവരാ. അങ്ങനെയുള്ളപ്പോൾ അവൾക്ക് ആ കുട്ടിക്ക് അനിയോടൊപ്പം പറ്റിച്ചേർന്നിരുന്ന് പോകാൻ പറ്റുന്നില്ല. അതുകൊണ്ട് വേറെ വഴിയില്ലാതെ ആയിരിക്കും ആ പെങ്കൊച്ച് ചിലപ്പോൾ മറ്റു പയ്യന്മാരുടെ കൂടെ പോകുന്നത്. അനി അവളെ സ്നേഹിച്ചിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നല്ലോ. അത് കേട്ടതും മുത്തശ്ശി, അതൊക്കെ ശരി തന്നെയാ. പക്ഷെ അനാമികയുടെ കയ്യിലിരിപ്പുകൊണ്ടാണല്ലോ അനി അവളെ സ്നേഹിക്കാത്തത്. അതെന്താണെന്ന് നമ്മൾ അന്വേഷിച്ചല്ലേ മതിയാവും. അതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ എന്തുകൊണ്ടും അനാമിക ഇവിടെ നിന്ന് പിരിഞ്ഞു പോകാൻ എനിക്ക് താല്പര്യമില്ല. എന്തൊക്കെയായാലും മക്കളെ പറഞ്ഞു തിരുത്തി നമ്മൾ അവരെ ഒരുമിപ്പിക്കണം, അതല്ലാതെ വേറെ വഴിയുമില്ലടോ എന്നൊക്കെ പറയണം. ഇതൊക്കെ കേട്ടതും വസുന്ധരാമ്മ ഓരോന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അനാമികയാണ്. അനാമികയും പിന്നെ അനാമികയുടെ അമ്മയും ഭക്ഷണം കഴിക്കാനായിട്ട് ഇങ്ങനെ ഓരോന്ന് വിളമ്പിക്കൊണ്ടിരിക്കുക. അപ്പോഴേക്കും ജാനകി വന്നു. ജാനകി വന്നതും അനാമികയുടെ അമ്മ, ഇതാര്? അനിയുടെ അമ്മയോ? അതെ, ഞാൻ മോളെ കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി വന്നതാ. അപ്പം അനാമിക, എന്തിനാ അമ്മേ? എന്തിനാ ഞാൻ അങ്ങോട്ട് വരുന്നത്? ഞാൻ അവിടെ വന്നാലും അവിടെ എന്നെ ആർക്കും ഇഷ്ടമല്ല. എന്നെ അവിടെ സപ്പോർട്ട് ചെയ്യാനും ആരുമില്ല. അമ്മ പോലും അച്ഛൻ്റെയും മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെ വാക്കുകളൊക്കെ കേട്ടോണ്ടല്ലേ നിൽക്കുന്നത്. എൻ്റെ മോളെ, എനിക്ക് വേറെ വഴിയില്ലാത്തത് കൊണ്ടാണ്. പക്ഷെ നീ ഇല്ലാതെ എനിക്ക് അവിടെ ഒന്നിനും പറ്റുന്നില്ല അമ്മേ. എനിക്ക് എന്നോട് ഒരു തുള്ളി ഇഷ്ടം പോലും ഇല്ല. അങ്ങനെയുള്ളപ്പോൾ ഞാൻ അവിടെ വന്ന് പിടിച്ച് കടിച്ചു തൂങ്ങിയിട്ട് കാര്യമൊന്നുമില്ലമ്മേ. എന്തായാലും അവൻ്റെ ഇഷ്ടം പോലെ തന്നെ നടക്കട്ടെ. അയ്യോ, അങ്ങനെ പറയരുത് മോളെ. നീ അല്ലാതെ മറ്റൊരു പെണ്ണും എൻ്റെ മരുമകളായിട്ട് എൻ്റെ മനസ്സിലില്ല. അങ്ങനെയുള്ളപ്പോൾ നിന്നെ കഴിഞ്ഞ് വേറെ ആരെങ്കിലും വന്നാൽ അതെനിക്ക് സഹിക്കാനും പറ്റില്ല. അതുകൊണ്ട് തന്നെ നീ വേണം മോളെ, എനിക്ക് നീ വേണം. അപ്പോൾ രേവതി, എൻ്റെ ജാനകിക്ക് എൻ്റെ മോളോട് സ്നേഹമാണ്. അതുപോലെ തന്നെയാണ് എൻ്റെ മൊക ജാനകിയോടും. പക്ഷേ അവിടെയുള്ളവരൊക്കെ എൻ്റെ മോളോട് ഇങ്ങനെ പെരുമാറുമ്പോൾ അവൾക്കതെങ്ങനെ സഹിക്കാൻ പറ്റും ജാനകി? കാര്യങ്ങളൊക്കെ ശരിയാണ്, പക്ഷേ എങ്ങനെയെങ്കിലും അനിയുടെ മനസ്സ് മാറ്റിയെടുക്കാം. അതുകൊണ്ട് ഇപ്രാവശ്യത്തേക്ക് നിങ്ങളൊന്ന് ക്ഷമിക്കേ. മോളെ എങ്ങനെയെങ്കിലും എൻ്റെ കൂടെ പറഞ്ഞു വിട്. അപ്പോഴേക്കും വേണു വരിക. അനിയുടെ അമ്മ വന്നോ? ഞാൻ കരുതി അനിയുടെ അമ്മ വരില്ലായിരുന്നു എന്ന്. അതെന്താ വേണു അങ്ങനെ പറഞ്ഞത്? എനിക്ക് എൻ്റെ മരുമോളെന്ന് വെച്ച ജീവനാ. അവിടെ അച്ഛനും അമ്മയും ഒക്കെ മോളെ കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞ് നിർബന്ധിച്ചുകൊണ്ടിരിക്കുക ഓരോരുത്തരെയും. പക്ഷെ ആരും കേൾക്കുന്നില്ല. എല്ലാവർക്കും അതൊരു സന്തോഷമാണ്. അവരൊക്കെ പുറത്ത് ഇങ്ങനെ ഇതാകുന്നുണ്ടെങ്കിലും ഉള്ളിൽ ഭയങ്കരമായിട്ട് ചിരിക്കുക. അതുകൊണ്ട് തന്നെ മോൾ അങ്ങോട്ടേക്ക് വരണമെന്ന് ഞാൻ പറയുന്നത്. അവർക്കൊക്കെ സന്തോഷമുള്ള കാര്യങ്ങൾ മോള് ചെയ്യരുത്. അമ്മേ, എന്ത് ചെയ്യാനാ? ഓണത്തിനൊക്കെ നല്ല കച്ചവടം കിട്ടി. ആ കച്ചവടം കിട്ടാൻ കാരണക്കാരി നയനയാ. അവളാണല്ലോ ഇപ്പോൾ ജ്വല്ലറിക്ക് വേണ്ടിയുള്ള ഡിസൈൻ വരയ്ക്കുന്നത്. അങ്ങനെയുള്ളപ്പോൾ ആ ഡിസൈനുകളൊക്കെ കാരണം ഇന്ന് ജ്വല്ലറി വലിയ നിലയിലെത്തി. അതുപോലെയാണ് അവിടെയുള്ളവരുടെ മനസ്സിലും ഡിസൈൻ ചെയ്യുന്നത്. അവളാണ് ആ കുടുംബം എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് ഡിസൈൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ ആയത്. അവൾ പുറമെ അങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലും നന്ദു അങ്ങോട്ടേക്ക് വരാൻ അവൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്.
ആ ആഗ്രഹം സാധിക്കാതിരിക്കാനല്ലേ മോളെ ഞാൻ മോളോട് അങ്ങോട്ട് വരാൻ പറഞ്ഞത്. അവര് സ്വപ്നം കാണുന്നത് പോലെ ഒന്നും നടക്കരുത്. എന്ത് സംഭവിച്ചാലും ശരി. നന്ദു നമ്മുടെ അനന്തപുരിയിലേക്ക് വരാൻ പാടില്ല. അതിന് മോളായിട്ട് വഴി ഉണ്ടാക്കരുത്. ഞാൻ എന്ത് ചെയ്തു എന്നമ്മേ? മോളെ നീ ഇങ്ങനെ മാറി നിന്നാ എനിക്കത് തരവാവും. അതുകൊണ്ടാണ് പറയുന്നത്. എന്തൊക്കെയായാലും ആ നയനയും ദേവയാനിയും പിന്നെ ബാക്കിയുള്ളവരൊക്കെ ജയിച്ച് നടക്കുക. അങ്ങനെയുള്ളപ്പോൾ മോള് മാറി നിൽക്കുന്നത് ശരിയല്ല. എൻ്റെ ജാനകി, ഒരു കാര്യം ഞങ്ങൾ പറയട്ടെ. എന്തൊക്കെ സംഭവിച്ചാലും അനന്തപുരിക്കാരുടെ പേരും അന്തസ്സും ഇല്ലാതാക്കാൻ 1 മിനിറ്റ് കൊണ്ട് പറ്റും. ആദർശ് എന്ന നെറികെട്ടവൻ ചെയ്ത വൃത്തികെട്ട പരിപാടി കൊണ്ട് അത് ലോകം മുഴുവൻ അറിയിച്ചു കഴിഞ്ഞാലേ പിന്നെ ഓണത്തിനെന്നല്ല, സാധാരണ ദിവസം പോലും മാലയും കമ്മലും മേടിക്കാൻ ഒരാൾ പോലും ജ്വല്ലറിയിലേക്ക് വരില്ല. അത്രയ്ക്ക് വൃത്തികെട്ട പണിയല്ലേ അവൻ ചെയ്തത്. എന്നിട്ട് പോലും ആ ആദർശിനെ പുകഴ്ത്തി പറയുക. ബാക്കിയുള്ള 2 പേർക്കും അവിടെ ഒരു വിലയുമില്ല. എന്തായാലും ഇതൊക്കെ ശരിയായ കാര്യമാണോ ജാനകി? എനിക്കറിയാം. എന്ത് ചെയ്യാനാ, ഞാൻ എന്ത് വലിയ തെറ്റ് ചെയ്തു എന്നുള്ള പോലെയാ അനന്തപുരിക്കാരുടെ സംസാരം. എൻ്റെ മോളുടെ സ്വർണ്ണം എടുത്ത് വിറ്റ് ഞാൻ കുറച്ച് സ്ഥലത്തിന് അഡ്വാൻസ് കൊടുത്തു. അത് ഇത്ര വലിയ തെറ്റാണോ ജാനകി? ഒരിക്കലുമില്ല വേണു. സ്വർണം ആവശ്യമുള്ളപ്പോൾ ഉപകാരപ്പെടാൻ വേണ്ടിയാണ് മേടിച്ചു വയ്ക്കുന്നത്, അല്ലാതെ അണിഞ്ഞൊരുങ്ങി മാത്രം നടക്കാൻ വേണ്ടിയല്ല. അതുകൊണ്ട് വേണു അങ്ങനെ ചെയ്തതിൽ എനിക്കൊരു കുറ്റവും തോന്നുന്നില്ല. എന്തായാലും അവിടെയുള്ളവർ പറയട്ടെ. മോളെ ഇറക്കി വിടാനായിട്ട് പലതും പറഞ്ഞു വന്നിരിക്കും. അതൊക്കെ കേട്ട് നിങ്ങൾ മനസ്സ് വിഷമിച്ച് മോളെ കൂട്ടിക്കൊണ്ടുവരുന്നതാ എനിക്ക് സഹിക്കാൻ പറ്റാത്തത് എന്നും പറയാം. മോളെ ഇപ്രാവശ്യത്തേക്ക് എൻ്റെ കൂടെ ഒന്ന് വാ. ശരിയമ്മേ, ഞാൻ വരാം എന്നും പറഞ്ഞുകൊണ്ട് അനാമിക റെഡി ആവാനായിട്ട് പോവുക. ഈ സമയം ജാനകി, അനാമിക മോൾക്ക് ബാക്കിയുള്ളവരോട് ആരോടും അത്ര ഇഷ്ടമില്ല. അനിയേക്കാളും ജാനകിയാ അവളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്. എനിക്കറിയാന്നേ. അതുകൊണ്ടല്ലേ എല്ലാവരെയും എതിർത്തിട്ട് ഞാൻ എൻ്റെ മോളെ വിളിക്കാനായിട്ട് ഇങ്ങോട്ട് വരുന്നേ. അങ്ങനെയുള്ള എൻ്റെ മോളുടെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീര് വരാതെ നോക്കേണ്ടത് ജാനകിയാ. ഞാൻ നോക്കിക്കൊള്ളാന്നേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ നിൽക്കുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ദേവയാനിയാണ്. ദേവയാനി മുകളിൽ നിന്ന് താഴേക്ക് നോക്കിക്കൊണ്ടിരിക്കുക. അവർ വരുന്നുണ്ടോയെന്നറിയാൻ അനാമിക വരരുതെന്നായിരുന്നു ദേവയാനിയുടെ പ്രാർത്ഥന. അപ്പോഴേക്കും കാറ് വന്നു നിന്നു. കാറിൽ നിന്നും ജാനകി ഇറങ്ങി. ഭാഗ്യം, അനാമിക ഇല്ലാന്ന് തോന്നുന്നു. പിന്നീട് നോക്കിയപ്പോൾ ബാക്കിലത്തെ സീറ്റിൽ നിന്നും അനാമികയെ ഇറങ്ങുന്നു. അത് കണ്ടതും ദേവയാനിക്ക് ദേഷ്യം വരിക. ദേവയാനി ഒന്നും മിണ്ടാതെ മുകളിൽ നിന്നും മുറിയിലേക്ക് പോവുക. ഈ സമയമാണെങ്കിൽ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കനകയെയും ഗോവിന്ദനെയും അവരുടെ വീടിൻ്റെ കതവ് മുട്ടുക. അപ്പോൾ അവർ തുറക്കുമ്പോൾ നമ്മുടെ നയന, മോളോ ഒറ്റയ്ക്കേ ഉള്ളോ? ആദർശമോൻ എവിടെ മോളെ? ആദർശേട്ടൻ വന്നില്ലമ്മേ. എന്തു പറ്റി? ആദർശേട്ടൻ ഓഫീസിൽ വർക്കുണ്ട്. ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാ. എന്താ മോളെ? അവിടെ ചില സംഭവങ്ങളൊക്കെ നടന്നു. എന്ത് സംഭവം? അത് പിന്നെ അനാമികയുണ്ടല്ലോ, അവള് പാലിൽ വിഷം കലർന്നത് കൊണ്ടാണല്ലോ അമ്മ ആ പാലെടുത്ത് കുടിച്ചത്. ആ കാര്യം അമ്മ അറിഞ്ഞു, ദേവയാനി അറിഞ്ഞു. അത് മോളെ പറഞ്ഞത്? മോള് പറഞ്ഞതാണോ? ഞാൻ പറഞ്ഞതല്ലമ്മേ, പറഞ്ഞത് അവർ തന്നെയാ. ആര്? അനാമികയും അവളുടെ അമ്മയും അച്ഛനും കൂടെ. അത് കേട്ടതും ഈ കാര്യങ്ങളൊക്കെ അവരവരോട് പറയുമോ മോളെ? അവര് അറിഞ്ഞുകൊണ്ട് പറഞ്ഞതല്ല. അവർ ഈ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അനാമികയെ തിരിച്ചു വിളിക്കാനായിട്ട് അമ്മ അങ്ങോട്ട് കയറി ചെല്ലുമായിരുന്നു. ആ സമയത്ത് അവരുടെ സംസാരം കേട്ട് അമ്മ മാറി നിന്നു. പിന്നീട് തെളിവ് സഹിതവും എല്ലാം മനസ്സിലായ അമ്മ എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുമായിരുന്നു. തെളിവ് സഹിതം എൻ്റെ അടുത്ത് വന്ന് കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് എനിക്ക് പറയാതിരിക്കാനും പറ്റിയില്ല. എല്ലാ സത്യങ്ങളും അമ്മയോട് തുറന്നു പറയുകയും ചെയ്തു. ഇപ്പോൾ അനാമികയാണ് യഥാർത്ഥ കുറ്റക്കാരിയെന്ന് അമ്മയ്ക്ക് മനസ്സിലായി. അത് കേട്ടതും അതെന്തായാലും നന്നായി മോളെ. ഇത്രയും നാളും നിന്നെയല്ലേ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ എനിക്കെല്ലാം സമാധാനമായി. കാരണം ആ കുറ്റബോധം മാറിയല്ലോ. അതുകൊണ്ട് സന്തോഷമായി മോളെ എന്നൊക്കെ പറയുക. പക്ഷെ എന്നാലും ഇനി അനാമികയ്ക്ക് അവിടെ അധികം നാൾ നിലനിൽപ്പുണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നേ എന്ന് കരുതി നന്ദു ആ വീട്ടിലേക്ക് വരാനുള്ള ഇടയുണ്ടാവരുത്. നന്ദുവിന് ആ വീട്ടിലേക്ക് വരാനുള്ള സമയമാണിത്. അത് അനി മുതലെടുക്കും. അതുകൊണ്ട് അത് വേണ്ട. കേട്ടല്ലോ? ശരി മോളെ, ഞങ്ങൾ അവളെ പറഞ്ഞ് തിരുത്തുന്നുണ്ട്. പക്ഷെ എന്തൊക്കെയായാലും അമ്മേ, അനിയുടെ മനസ്സിൽ അവളുണ്ട്. അനി അവളുടെ പിന്നാലെ നടക്കുന്നത് അവളുടെ മനസ്സ് മാറ്റാനാ. അങ്ങനെയുള്ളപ്പോൾ അവളുടെ മനസ്സ് ഒരിക്കലും മാറാതെ സൂക്ഷിക്കേണ്ടത് അമ്മയാണ്. കേട്ടല്ലോ? ശരി മോളെ, ഞാൻ ശ്രദ്ധിച്ചോളാം. തിരക്കിട്ട ജോലിക്കിടയിൽ അവൾക്ക് ഇതിനൊന്നും സമയം ഉണ്ടാവില്ലെന്നേ. മോള് ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നയനയെ ആശ്വസിപ്പിക്കുകയാണ് ഗോവിന്ദ്. ഈ സമയം അനിയെയും കൂട്ടുകാരന്മാരെയാണ് കാണിക്കുന്നത്. അവരാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുക. കേക്ക് മുറിച്ചതൊക്കെ വെറുതെ ആയി പോയടാ. അവൾ ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് കരുതിയ കേക്ക് മുറിച്ചത്. ഇതിപ്പോൾ ആകെ മൊത്തത്തിൽ സങ്കടമായല്ലോ. ആ വൃത്തികെട്ടവൾ ഓരോന്ന് പറഞ്ഞിങ്ങനെ വിളിച്ചുകൊണ്ട് വരിക. എന്തൊരു കഷ്ടമായത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക. ഈ സമയമാണെങ്കിൽ അനാമികയോട് ജാനകി ഉപദേശിക്കുക. മോളെ, ഒരു കാര്യം ഞാൻ പറയാം. മോൾ ഇങ്ങോട്ട് വരിക.
ദേ ഇവിടെ എന്ത് പ്രശ്നം ഉണ്ടായാലും മോളുടെ മുന്നിൽ നിന്ന് ഞാൻ നോക്കിക്കോളാം. എന്നാ മോൾ ഒരു കാര്യം മാത്രമാണ് ഇവിടെ ചെയ്യേണ്ടത്. എന്താ അമ്മേ? എന്താ അത്? അനിയെ കയ്യിലെടുക്കുക, അതാണ് ഇവിടുത്തെ മോൾ. അനിയെ കയ്യിലെടുത്തു കഴിഞ്ഞാൽ ഇവിടെ മോളോട് ആര് പ്രശ്നം ഉണ്ടാക്കിയാലും തറവാട് ഭാഗം വെക്കുന്നതിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചോളാം. ശരി അമ്മേ. പക്ഷേ അവൻ അതിന് സമ്മതിക്കില്ലല്ലോ. അവൻ ആ നന്ദുവിൻ്റെ പിന്നാലെയല്ലേ അമ്മേ? അത് കേട്ടതും അതൊക്കെയാണ് മോള് മാറ്റിയെടുക്കേണ്ടത്. മോള് വിചാരിച്ച നടക്കും എന്നും പറഞ്ഞുകൊണ്ട് ജാനകി അങ്ങ് പോവുക. പിന്നെ ഇവരുടെ മോനെ വളക്കിയല്ലേ എൻ്റെ പണി. എൻ്റെ പിന്നാലെ ചുറ്റാനേ ആൺകുട്ടികൾ വേറെയുണ്ട്. അങ്ങനെയുള്ളപ്പോൾ ഞാനെന്തിനാ ആ പെങ്കോന്തൻ്റെ പിന്നാലെ ചുറ്റുന്നത്? തറവാട് ഭാഗം വെച്ച് എനിക്കുള്ളത് തന്നിട്ട് എന്നെ പറഞ്ഞു വിടാൻ നോക്കുതള്ളേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അനാമിക അകത്തേക്ക് പോവുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് അനാമികയെ കണ്ടതും ദേവയാനി മുഖം തിരിച്ചു പോവുക. അപ്പോഴാണെങ്കിൽ നമ്മുടെ അനാമിക ചോദിക്കുക, എന്താ വല്യമ്മേ കണ്ടിട്ടൊന്നും മിണ്ടാതെ പോകുന്നേ? ഓ ഞാനെന്ത് പറയാനാ എന്നും പറഞ്ഞുകൊണ്ട് ദേവയാനി അങ്ങ് പോയി. അപ്പോഴേക്കും നവ്യ വരിക. നവ്യ വന്നതും എന്താ അനാമിക എന്തു പറ്റി? ഒന്നും പറയണ്ട ഏട്ടത്തി, ഞാൻ ഈ കുഞ്ഞിനെ കളിപ്പിക്കുന്നതുകൊണ്ടായിരിക്കും ചിലപ്പോൾ വലിയമ്മയ്ക്കും എന്നോട് ദേഷ്യം. എന്തൊക്കെയായാലും നയനയുടെ കാര്യത്തിൽ വലിയമ്മ ഇപ്പം സ്നേഹിച്ചു തുടങ്ങിയപ്പോൾ ബാക്കിയുള്ളവരുടെ ആരെയും നോക്കാൻ വലിയമ്മയ്ക്ക് സമയമില്ല. ഞാൻ ഏട്ടത്തിയുടെ കുഞ്ഞിനെ എടുക്കുന്നതുകൊണ്ടും കളിപ്പിക്കുന്നതുകൊണ്ടും ആയിരിക്കും ചിലപ്പോൾ എന്നോട് വെറുപ്പ് കാണിക്കുന്നത്. ഞാൻ ഏട്ടത്തിയുടെ കുഞ്ഞിനെ എടുക്കുന്നുണ്ട്, അതുപോലെ ചന്തുമോളെ എടുക്കുന്നില്ലല്ലോ. എന്തായാലും ചന്തുമോൾ ആദർശേൻ്റെ കുഞ്ഞല്ലേ, അവരുടെ പേരക്കുട്ടി. അപ്പം പിന്നെ അതിനെ സ്നേഹിക്കാതെ ഈ കുഞ്ഞിനെ സ്നേഹിക്കുന്നതുകൊണ്ടായിരിക്കും. വാവേ ഇങ്ങ് വന്നേടെ ചക്കരെ എന്നും പറഞ്ഞുകൊണ്ട് അനാമിക കുഞ്ഞിനെ എടുത്ത് കളിപ്പിക്കുക. പറഞ്ഞിട്ട് കാര്യമില്ല അനാമികയെ, ഇവിടെയുള്ളവരൊന്നും നേരിനൊപ്പം നിൽക്കുന്നവരല്ല. ആരെന്തൊക്കെ തെറ്റ് ചെയ്താലും അതിനൊപ്പം സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നവരാ. അതുകൊണ്ട് തന്നെ എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല. എല്ലാം സഹിച്ചും ക്ഷമിച്ചും നമ്മളിങ്ങനെ നിന്നേ പറ്റൂ. എന്തു ചെയ്യാനാ? ഈ വീട്ടിൽ 2 റൂൾസ് അല്ലേ? അതെ ഏട്ടത്തി. എന്തായാലും ആദർശേട്ടന് ഇത്രയും ബ്രാഞ്ചുകൾ കൊടുത്തു, എനിക്ക് 3 ബ്രാഞ്ചുണ്ട്. എന്നാൽ അഭിയേട്ടന് മാത്രം ഒന്നും കൊടുക്കുന്നില്ല. ഇവിടെ അഭിയേട്ടൻ 3ാമതൊരാൾ തന്നെയാണ്. അഭിയേട്ടനെ കുറിച്ച് എനിക്ക് നല്ല സങ്കടമുണ്ട്. പാവം ഇത്ര സത്യസന്ധമായിട്ട് നിന്നിട്ടും അഭിയേട്ടനെ സപ്പോർട്ട് ചെയ്യാനോ സ്നേഹിക്കാനോ ഈ വീട്ടിൽ ആരുമില്ല. മുത്തശ്ശൻ പോലും അഭിയെ 2ാം തരക്കാരനായിട്ട് തന്നെയാണ് കാണുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അതെനിക്കറിയാം മോളെ. പക്ഷെ എന്ത് ചെയ്യാനാ? എല്ലാം ഞാൻ സഹിച്ചല്ലേ പറ്റൂ. ഈ കുടുംബത്തിൽ ജീവിച്ചു പോകണമെങ്കിൽ എല്ലാം സഹിക്കണമല്ലോ. ഇവിടുത്തെ രാജാവും രാജ്ഞിയും പറയുന്നത് പോലെയല്ലേ ഏട്ടത്തി നടക്കൂ. അതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ എന്നും പറഞ്ഞ് അനാമിക കുഞ്ഞിനെയും കൊണ്ടങ്ങ് പോവുക. ഈ സമയം നവ്യ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. ഇതേ സമയം പിന്നീട് അടുക്കളയിലാണ് കാണിക്കുന്നത്. ജലജ കൂളെടുത്തോണ്ടിരിക്കുക. അതെ എന്തുണ്ടാക്കുക അപ്പച്ചി? ഞാൻ കുറുക്കുണ്ടാക്കുക മോളെ. ആർക്കാ? കുഞ്ഞിനാണോ? അതെ എൻ്റെ കൊച്ചുമോന് തന്നെയാ. എന്നാലേ കുറുക്ക് ഞാൻ കൊടുക്കാം അപ്പച്ചി. അയ്യോ മോക്കിതിനൊക്കെ വശമുണ്ടോ? അത് പിന്നെ ഇല്ലാതിരിക്കോ? എനിക്ക് വശമൊക്കെ ഉണ്ട്, ഞാൻ കൊടുത്തോളാന്നേ. മോൾക്ക് എങ്ങനെ വശം? അല്ല ഇങ്ങനെയൊക്കെ കൊടുത്താലല്ലേ പഠിക്കുള്ളൂ, അതാ പറഞ്ഞത്. എന്നാ പിന്നെ ഞാൻ തരാം. അല്ല മോളെ, ഇവിടെ വന്നതിന് ശേഷം മോളോട് ആരെങ്കിലും മിണ്ടോ പറയുകയെല്ലാം ചെയ്തോ? അതെന്താ അപ്പച്ചി അങ്ങനെ ചോദിച്ചത്? അല്ല ആർക്കും മോളിങ്ങോട്ട് വരുന്ന ഇഷ്ടമല്ലല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. ഒന്നും പറയണ്ട അപ്പച്ചി, എല്ലാവരും കണക്കാ. ഇവിടെ ഇപ്പോൾ അമ്മായി പോലും വല്യമ്മ പോലും എന്നോട് മിണ്ടുന്നില്ല. വല്യമ്മയോട് ഞാൻ ചെന്ന് സംസാരിച്ചിട്ടും വല്യമ്മ മുഖം തിരിച്ചു പോവുക. ആർക്കും എന്നെ വലിയ കാര്യമൊന്നുമില്ല. എന്തു ചെയ്യാനാ? ഞാനിവിടെ സഹിച്ചും ക്ഷമിച്ചും കടിച്ചും പിടിച്ചും നിൽക്കുന്നതേ ഈ കുടുംബം തകരാതിരിക്കാൻ വേണ്ടി മാത്രമാണ്, അല്ലാതെ വേറൊന്നുമല്ല എന്നും പറഞ്ഞുകൊണ്ട് അനാമിക കുറുക്കും കൊണ്ട് അങ്ങോട്ട് പോവുക. ഈ സമയം എല്ലാം സഹിച്ചും ക്ഷമിച്ച് നിൽക്കുകയാണ് പോലും. നിന്റെ മനസ്സിലിരിപ്പ് എന്താന്ന് എനിക്ക് നന്നായിട്ട് അറിയാടി. ഈ കുടുംബത്തിൽ നിന്നും പകുതി തട്ടിയെടുത്തോണ്ട് പോകാനല്ലേ നീ ഉദ്ദേശിച്ച് നടക്കുന്നത്. എന്നിട്ട് വലിയ ത്യാഗം ചെയ്യാണ് പോലും. എല്ലാം എനിക്കറിയാം എന്നും പറഞ്ഞുകൊണ്ട് ജലജ ഇങ്ങനെ നിൽക്കുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് അനാമിക കൊച്ചിന് കുറുക്ക് കൊടുത്തോണ്ടിരിക്കുക. ഇന്നാട് വാവേ, കുടിച്ചോടെ വാവേ, ചക്കര വാവേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അത് കണ്ട് നവ്യ വരിക. എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ കുഞ്ഞിനെ സ്നേഹിക്കാനും അതിനെടുത്തുകൊണ്ട് നടക്കാനും അനാമിക മിടുക്ക് കാണിക്കുന്നുണ്ട്. അതിന് സമയം ചെലവഴിക്കുന്നുണ്ട്. പക്ഷെ എൻ്റെ സ്വന്തം അനിയത്തിയ നയന, എന്നിട്ട് പോലും അവൾക്ക് എൻ്റെ കുഞ്ഞിനോട് തീരെ താല്പര്യമില്ല. അതുകൊണ്ടാണ് എനിക്ക് അനാമികയോട് ചെറിയൊരു ഇഷ്ടമൊക്കെ തോന്നി തുടങ്ങിയത്. എന്തായാലും എൻ്റെ കുഞ്ഞിനെ സ്നേഹിക്കുന്നവർക്ക് ഇനി എനിക്ക് സ്നേഹം തിരിച്ചു കൊടുക്കാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നവ്യ ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ അനാമിക, ചേട്ടത്തി വന്നോ? കൊച്ചിനെ ഞാനാ കുറുക്ക് കൊടുക്കുന്നത്, ഞാൻ നോക്കുക, ഞാൻ കൊടുത്തവൻ കുടിക്കുമെന്ന്. അതൊക്കെ കുടിച്ചോളും, അവന് ഇഷ്ടപ്പെട്ട എന്നൊക്കെ പറഞ്ഞ് നവ്യ ഇങ്ങനെ നിൽക്കുക. ഈ സമയമാണെങ്കിൽ ദേവയാനി വരിക. ദേവയാനി വന്നതും അവർ രണ്ടുപേരും സംസാരിച്ച് നിൽക്കുന്നുണ്ട്. മുഖം തിരിച്ചു പോവുക. അപ്പോൾ അങ്ങനെ പോയത് കണ്ടതും നമ്മുടെ അനാമിക, കണ്ടില്ല എടുത്തി, ഇതേ ഇവിടുത്തെ കുഴപ്പം, എന്നെ കണ്ടിട്ടൊന്നും മിണ്ടുന്നു പോലുമില്ല.
ആദ്യമൊക്കെ ഞാനെന്ന് വെച്ച ജീവനായിരുന്നു. ഇപ്പോൾ അമ്മായിക്ക് വല്യമ്മയ്ക്ക് ഞാൻ വേണ്ട. അതിൻ്റെ കാരണം ഈ കുഞ്ഞിനെ ഞാൻ സ്നേഹിക്കുന്നതും ഇതിനെ എടുക്കുന്നതും അവർക്ക് ഇഷ്ടമല്ല. എല്ലാത്തിനും കാരണക്കാരി എൻ്റെ അനിയത്തിയ മോളെ. പറഞ്ഞിട്ട് കാര്യമില്ല. സ്നേഹിക്കുന്നവരെയും വെറുക്കുന്നവരെയൊക്കെ അവൾക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അങ്ങനെയാ അവൾ ഇവരെയൊക്കെ മാറ്റിയെടുക്കുന്നത്. അതുപോലെയാ അവൾ എൻ്റെ അച്ഛനും അമ്മയെ പോലും മാറ്റിയെടുത്തത്. ഏട്ടത്തിയുടെ ഇവിടുത്തെ ജീവിതം പ്രശ്നമാണ്. ഏട്ടത്തി സൂക്ഷിച്ചോ. ആ നയനയെയും ആദർശേട്ടനെയും സൂക്ഷിച്ചില്ലെങ്കിലേ ഏട്ടത്തിയുടെ ഭർത്താവിൻ്റെ എല്ലാ കാര്യങ്ങളും അവർ തട്ടിയെടുക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനാമിക ഉപദേശിക്കുകയാണ്. ഇത് കേട്ടതും ഞെട്ടുകയാണ് നവ്യ. അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ.